ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ മൈഷു സ്കൂൾ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആക്ച്വലി ഇതൊരു ലോങ് വീഡിയോ ഒന്ന് പ്രതീക്ഷിച്ചെടുത്ത വീഡിയോ അല്ല കേട്ടോ, പക്ഷേ കണ്ടപ്പോൾ ലോങ് ആക്കാൻ തോന്നി. ഇത് ഓണത്തിൻ്റെ തലേ ദിവസമാണ് കേട്ടോ. അപ്പം നബിദിനത്തിനോടനുബന്ധിച്ച് റോട്ടിലൂടെ അങ്ങനെ റാലി പോകുന്നുണ്ട് കേട്ടോ. അവിടെ നിന്ന് കിട്ടുന്ന ഓരോ ഐറ്റംസ് കളക്ട് ചെയ്യാൻ നിൽക്കുകയാണ് ചെറിയമ്മയും മോനും കൂടെ. അത് വാങ്ങി തിന്നാൻ വൈശാഖേട്ടനും. ഒരുത്തൻ ഇവിടെ കാര്യ പരിപാടിയിലാണ് കേട്ടോ, പൂവ് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അച്ഛനവിടെ പോയി കണ്ടില്ലല്ലോ എന്ന് ചോദിക്കുമ്പോഴാണ് അച്ഛൻ്റെ കടന്നു വരവ് കേട്ടോ. അച്ഛനും റാലി കാണാനും ഒക്കെ കൂടെ ആയിട്ട് ചുറ്റിക്കറങ്ങി വരികയാണ്. ബാക്കിയുള്ള വീഡിയോസൊക്കെ എടുക്കാൻ എന്നോട് എന്നെ മറന്നു കഴിഞ്ഞിട്ടോ. പിന്നെ ഞങ്ങൾ ഇതാ പോയിട്ട് റെഡി ആവണം. അതിൻ്റെ മുമ്പ് ഒരു ബിഫോർ എടുക്കാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടിലാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആകെ കുറച്ച് സ്ഥലവും അതിന് നമ്മൾ വീഡിയോ എടുക്കണം എന്നുള്ള എങ്ങോട്ട് തിരിഞ്ഞിട്ടുണ്ടെങ്കിലും സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങൾ വീഡിയോ എടുക്കണം. ഇത് ബിഫോർ എടുത്ത് വെക്കുകയാണ്. സംഭവം എന്താ വെച്ചാൽ ഇന്നാണ് ഞങ്ങൾക്ക് ഷൂട്ട്, ചെറിയ ഓണത്തിനന്ന്. ഓണത്തിൻ്റെ ഷൂട്ടൊക്കെ എല്ലാവരും നേരത്തെ എടുത്തേക്കും. പക്ഷെ ഞാൻ എന്താ വെച്ചാൽ എനിക്ക് എല്ലാത്തിനും എന്താ പറയുക, ലാസ്റ്റ് നിമിഷമേ കിട്ടുള്ളൂ. എല്ലാം സെറ്റാക്കി വരുമ്പോഴത്തേക്കും പരിപാടി കഴിയേണ്ട സമയമാകും. പക്ഷെ ലാസ്റ്റ് റിസൾട്ട് അടിപൊളിയായിരിക്കും കേട്ടോ. എനിക്ക് ഇത്തവണത്തെ ഷൂട്ടും പിക്സൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നേ. ഈ വീഡിയോ ഒക്കെ നമ്മൾ ഔട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ അത്രയും എഫേർട്ട് എടുത്തിട്ട് ഇടണമായിരിക്കാം. പക്ഷെ അതൊന്നും ആരും കാണില്ല, നമ്മൾ റിസൾട്ടാണല്ലോ കാണുക. പക്ഷേ ഇതിൻ്റെ പിന്നാമ്പുറത്ത് കുറച്ചധികം കഷ്ടപ്പാടുണ്ട് കേട്ടോ. പിന്നെ അതാ റേഷൻ കാർഡ് മൊത്തത്തിൽ വന്ന് നിൽക്കുന്നുണ്ട്, കണ്ടില്ലേ? ദൈവമേ, ഞാൻ തന്നെ എന്തിനാ കണ്ടു വെക്കുന്നതല്ലേ. അപ്പോൾ അങ്ങനെ ഞങ്ങളങ്ങനെ ബിഫോറും ആഫ്റ്ററും ഒക്കെ എടുത്ത് വെച്ചു. ഇനി ഞങ്ങൾ റെഡി ആവണം. 11 ഏറിപ്പോയാൽ 11:30 അതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ അവിടെ എത്തുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ 11:30 കഴിഞ്ഞ ശേഷമാണ് ഇവിടെ നിന്ന് ഇറങ്ങിയത്. പിന്നെ എപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ, നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. എനിക്ക് ഏട്ടനെ തലയാട്ടിൽ കാണുമ്പോൾ പണ്ടൊരു പാവക്കുട്ടിയിലായിരുന്നു. നിങ്ങൾ തട്ടി എങ്ങനെ പാവക്കുട്ടിയിൽ എന്തൊരു പ്രതിമ പോലത്തെ സാധനം ഇങ്ങനെ ആടുന്നത്, ഇതാണ് എനിക്ക് ഓർമ്മ വന്നത് കേട്ടോ. കാശുകുട്ടനാണെങ്കിൽ കാശുകുട്ടനെ ഇപ്പോൾ പിടിച്ചാൽ കിട്ടില്ല. മൂപ്പര് തല ഉറച്ച് വരുന്നതുകൊണ്ടാണോ ഇനി തല ഉറക്കാത്തതുകൊണ്ടാണോ അറിയില്ല, കണ്ടം വഴി പോവുകയാണ്. പിടിച്ച് വെക്കണം കേട്ടോ. പക്ഷേ ഒരു എയിമിലങ്ങോട്ട് പിടിച്ചോളും ഞങ്ങൾ. അങ്ങനെ ഞങ്ങൾ ബിഫോറും ആഫ്റ്ററും ഒക്കെ എടുത്ത് വെച്ചു. ഇനി ഞങ്ങൾ വേഗം പോയി റെഡി ആവട്ടെ. ഈ പെണ്ണുങ്ങൾക്കാണ് റെഡി ആവാൻ നേരം വൈകുക. മേക്കപ്പ് ചെയ്യാൻ പോവാന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ ചാടി വീടിൻ്റെ തുമ്പിമോൾ കേട്ടോ. പിന്നെ ഓളെ പറഞ്ഞിട്ട് കാര്യമില്ല, പ്രൊഡക്ഷൻ കമ്പനി അങ്ങനെയാണ്. ഓളെ ഡാഡിയും മമ്മിയും ഒക്കെ കണക്കായി ഇക്കാര്യത്തിൽ. അതുകൊണ്ട് പിന്നെ സാരമില്ല. അങ്ങനെ ഓളെ മോയ്സ്ചറൈസിങ് ക്രീം തന്നെയാണ് ഞാൻ തേക്കണേ. കാരണം ഞാൻ തേക്കുന്ന സാധനം ഒക്കെ കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഓളതിലേക്ക് ഞാൻ അങ്ങ് താഴെ, അല്ലാതെ വേറെ പരിപാടിയൊന്നുമില്ല. അങ്ങനെ മോത്തൊക്കെ വാരിപ്പൊത്തി കഴിഞ്ഞിട്ടുണ്ട്. അടുത്തത് ദാറ്റ് മാൻഡേറ്ററി കെഞ്ചൽ എരക്കൽ. ഇത് തേക്കാൻ പറ്റില്ല. ഇതെന്താ അറിയോ, ഇത് വലിയ ആൾക്കാർ തേക്കുന്നതാണേ. അത് തേക്കാൻ പറ്റില്ല. ഇതല്ലേ, ഇത് തേച്ചാലേ മോളെ മുഖത്ത് വലിയ കുരുവൊക്കെ വരും. ചെറിയ ബേബി അല്ലേ മോള്. ഒരു വിധത്തിൽ ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കി ഞാൻ എൻ്റെ മേക്കപ്പിലേക്ക് കടന്നു കേട്ടോ. അത്ര ഓവർ മേക്കപ്പ് തന്നെ, ഒരു കുഞ്ഞ് മേക്കപ്പ് എന്തായാലും ചെയ്യണ്ടേ, ഫോട്ടോഷൂട്ടൊക്കെ അല്ലേ. അങ്ങനെ അടുത്തത് നമ്മൾ ഐബ്രോ ഫില്ല് ചെയ്യാൻ പോവാണ്. സംഭവം ഈ സാധനം എൻ്റെ കൂടെ കൂടിയിട്ട് കുറേ കൊല്ലങ്ങളായിട്ടോ, 2 കൊല്ലമൊക്കെ ആയിട്ടുണ്ടാവണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ പരിപ്പ് തുമ്മിമോള് തോണ്ടിയിട്ടുണ്ട്. തുമ്മിമോളെ കയ്യിൽ നിന്നാന്ന് തോന്നുന്നു താഴെ വീണിട്ട് ഞാൻ റബ്ബർ ബാൻഡൊക്കെ കുടുക്കി വെച്ചു. പക്ഷേ ഈ സാധനം അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഓക്ക് ജസ്റ്റ് ഒന്ന് ഐബ്രോ വരച്ചെടുക്കുക. മറ്റേ പോലെ വരയ്ക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. കുട്ടികൾക്കൊക്കെ വരയ്ക്കണ പോലെ വരയ്ക്കാൻ ആ ഒരു ഇത് കഴിഞ്ഞില്ലേ. പിന്നെ ഞാൻ ത്രെഡൊന്നും ചെയ്തില്ല കേട്ടോ. പിന്നെ ഉള്ളത് വെച്ച് ഓണം പോലെ എന്നിട്ട് ഞാൻ അങ്ങ് ചെയ്യുന്നതാണ്. കല്യാണി ഇവിടെ ഉണ്ട് കേട്ടോ. ഓൾ എനിക്ക് പ്ലേറ്റ് എടുത്തിടാൻ വേണ്ടി വന്നതാണ്. കല്യാണിനി അല്ലൂനി ഒന്നും എടുത്തില്ല. കാരണം ഇത് ഞങ്ങളൊരു ഗെറ്റ് റെഡി വിത്ത് മീൻ്റെ വീഡിയോ ആക്കി ചുരുക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. വ്ളോഗായിട്ട് എടുത്തതല്ലല്ലോ. അതുകൊണ്ട് ഓരൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഓരൊക്കെ പിന്നാമ്പുറത്തുണ്ട് കേട്ടോ. പിന്നെ ഇതാ പണ്ടൊക്കെ ഗൾഫുകാരുള്ള കുടുംബത്തിലെ കുട്ടികളുടെ കയ്യിൽ മാത്രം ഉണ്ടായിരുന്നൊരു സാധനമായിരുന്നു. ഞാനൊക്കെ ഇത് കിട്ടാൻ ഭയങ്കരമായിട്ട് കൊതിച്ചിട്ടുണ്ട് കേട്ടോ. കണ്ണടക്കി കണ്ണടക്കി വായ അടക്കടി. കണ്ണടക്കാൻ പറയുമ്പോൾ വായും കൂടെ അടച്ചാൽ സംഭവം ഇത് എൻ്റെ കയ്യിൽ കിട്ടാനൊരു, ഞാൻ ഹൈസ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്താണ് ഈ ഒരു സാധനം എൻ്റെ കയ്യിൽ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ പണ്ടുള്ളവർക്ക് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റും. പണ്ടുള്ളവർക്ക് അറിയാണ്ട് വായിന്ന് വീഴുന്നതാണ്. ഞങ്ങൾക്കൊന്നും അത്ര ഏജ് ആയിട്ടൊന്നുമില്ല. എൻ്റെ ജെന്നിലുള്ളവർക്ക് സെറ്റല്ലേ, പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും ഇല്ലേ. ലിപ്സ്റ്റിക്ക് കിടന്നോളൂ. പടയപ്പാ കിടന്നു. ആഹാ, അപ്പൊ എന്താ
ഈ എന്തോ പറയില്ലേ, അതായത് ഈ ഓണത്തിന്റെ മൂട്ടിലേക്ക് വെച്ചിട്ട് വെക്കേഷൻ ആയിട്ടും കൂടെ പഠിക്കാൻ കാണിക്കുന്ന എൻ്റെ മോൻ്റെ ആ ഒരു തൊര നിങ്ങൾ ആരും കാണാതെ പോവരുത്. ഓൻ എപ്പോഴും അങ്ങനെയാട്ടോ. നമ്മൾ എന്തോ തിരക്കിട്ട് എന്തോ കാര്യം ചെയ്യുന്ന സമയത്ത് ഓന് 100,000 സംശയങ്ങളായിരിക്കേ. ഈ കാര്യത്തിൽ ആണുങ്ങളൊക്കെ കുറച്ച് സിമിലർ ആണെന്ന് തോന്നൂലേ? അവർക്ക് വേഗം പരിപാടിയല്ലോ, ഒരു മുണ്ടൊരു ഷർട്ട് എടുത്തിട്ട് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞ്. അപ്പം എന്നിട്ട് ഇന്നെങ്ങാനും നടക്കുമോ എന്നൊക്കെയാണ് എന്നോട് ചോദിക്കുന്നത് കേട്ടോ. പക്ഷേ ഏട്ടൻ ഇവരെയൊക്കെ റെഡിയാക്കാൻ കുറച്ചൊക്കെ ഹെൽപ്പ് ചെയ്യും. മേക്കപ്പിന്റെ ഭാഗത്തേക്ക് വരില്ല. വായി പൊത്തിട്ട് ഈ ചെയിൻ്റെ കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല കേട്ടോ. അത് ഞാൻ വേഗം എടുത്തിട്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ ഇപ്പോൾ വിചാരിക്കുന്നത് എൻ്റെ ഒറിജിനൽ താലി കൊടുത്തിട്ട് ഇതുപോലെ ആക്കിയാലോ എന്നൊക്കെയാണ് കേട്ടോ. കാരണം എനിക്ക് ഇതിനോട് ഭയങ്കര അഡിക്ഷൻ തോന്നുന്നുണ്ട്. എന്തൊരു ഔട്ട്ഫിറ്റിന് കൂടെ ഞാൻ ഇത് എടുത്തിടും. പിന്നെ അതിൻ്റെ കൂടെ ഒരു ചെറിയ മാല എടുക്കാൻ വിചാരിച്ചു. അപ്പോൾ കല്യാണം അപ്പുറത്തും പറയാം നെക്ലേസ് അല്ലേ നല്ലതെന്ന്. ഞാൻ പറഞ്ഞു എനിക്ക് ഭയങ്കര സിമ്പിൾ മതി, ഇത് മതിയില്ലേ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. അങ്ങനെ സജഷൻസ് ഒക്കെ ചോദിക്കുകയാണ്. ഇപ്പോൾ വേവേ റെഡി ആയി. നേരത്തെ ഏട്ടൻ പറഞ്ഞാൽ കേട്ടില്ലായിരുന്നു 11:30 ആയെന്ന്. ഈ സമയത്താണ് നമ്മൾ അവിടെ സ്റ്റുഡിയോയിൽ എത്തേണ്ടത്. എന്താ ചെയ്യുക നമ്മൾ. ഈ സാധനത്തിലാണ് ഞാനും തുമ്പി എപ്പോഴും കച്ചറുണ്ടാവാറ് കേട്ടോ. ഞാനിത് ഒഴിവാക്കിയല്ല ഓളെ ഇതിടാൻ സമ്മതിക്കാറും ഇല്ല കേട്ടോ. പിന്നെ എന്തെങ്കിലും ഒരു ഷൂട്ട് അത്യാവശ്യമൊക്കെ വരുന്ന സമയത്ത് വല്ലപ്പോഴും ആണ്ടിൽ ശങ്കരനദിക്ക് എന്ന് പറഞ്ഞ പോലെയാണ് ഓളെ ഒന്നും ഇടാൻ സമ്മതിക്കില്ല. അപ്പം കല്യാണി അവൾക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പം ഞങ്ങളല്ല ഏകദേശം റെഡി ആയിട്ടുണ്ട്. അല്ല തുമ്പി ചിരിക്ക് ചിരിക്ക്. ഇതിൻ്റെയൊക്കെ പിന്നാമ്പുറ കാഴ്ചകൾ ഇതിങ്ങനെയൊക്കെയാണ് കേട്ടോ. അങ്ങനെ നമ്മളിതാ വേഗം പോവാണ്. വേഗം എന്നൊക്കെ പറഞ്ഞ് എനിക്കെന്നൊരു മോശമായി തോന്നിയിട്ട്. കാരണം 11:30 അവിടെ എത്താറുണ്ട്. 11:30 ഞങ്ങൾ മേക്കപ്പ് കഴിഞ്ഞില്ലായിരുന്നു. എന്തായാലും 11:45 അപ്പോഴത്തേക്ക് അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ പോണേ ഘോഷ സ്റ്റുഡിയോയിലേക്കാണ്. അലുസൻ സ്കൂളിൻ്റെ തൊട്ട് ബാക്കിലാണ് ദയാപുരം അവിടെ NIT അടുത്ത്. അപ്പോൾ അവിടെ അടിപൊളിയായിട്ട് ഓണം ഡെക്കർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ശരത്തേട്ടനൊക്കെ വിളിച്ച് അവിടേക്ക് അങ്ങ് സെറ്റ് ആവാണ്. റഹീമാണ് നമ്മളെ ഫോട്ടോ എടുക്കാൻ വന്നിട്ടുള്ളത്. ബ്രോനെ ഞാൻ സുജിത്തേട്ടൻ വഴിയാണ് പരിചയപ്പെടുന്നത്. ഇപ്പോൾ എത്ര പേരുകൾ നിങ്ങൾ കേട്ടു? നിങ്ങൾക്ക് ഇതിൽ ആരെങ്കിലും അറിയോ? പക്ഷെ ഞാൻ പറയും, കാരണം അവർക്ക് എന്നെ അറിയാലോ. ഫോട്ടോസും വീഡിയോസും ഒക്കെ പോസ്റ്റ് ചെയ്തപ്പോൾ തൊട്ട് കുറേ കമൻസ് വന്നത് എന്താ വെച്ചാൽ ചേച്ചി നന്നായിട്ട് മെലിഞ്ഞു എന്നുള്ളതാണ്. സംഭവം എനിക്കും തോന്നിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം മെലിഞ്ഞിട്ടുണ്ട്. വയറൊക്കെ ഒന്ന് ചെറുതായി വരുന്നുണ്ട്. എന്നാലും ഉണ്ട് കേട്ടോ. ഇനിയും വയറ് ഫുള്ള് പോയി എന്നൊന്നുമല്ല, എന്നാലും ഉണ്ട്. പക്ഷേ എന്നാലും കുറേയൊക്കെ ചേഞ്ചസ് വന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്കൊന്നൊരു ഷുഗർ ടെസ്റ്റ് ചെയ്തണം, ചെക്ക് ചെയ്ത് നോക്കണം. ബിക്കോസ് ഷുഗർ ഉണ്ടെങ്കിലും ഇങ്ങനെ നല്ലാണ്ട് മെലിഞ്ഞ് വരും. പിന്നെ വാവ പാല് കുടിക്കുന്നതല്ലേ, അതുകൊണ്ട് എന്തായാലും ഉണ്ടാവുമല്ലോ. അങ്ങനെ ഞങ്ങൾ ഇതാ അവിടെ നിന്ന് അറിഞ്ഞ പുറിഞ്ഞ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക. അതാണ് നമ്മൾ ഇവിടുത്തെ സെക്യൂരിറ്റി ചേട്ടൻ മധുചേട്ടൻ കേട്ടോ, മധുവേട്ടൻ. ഓക്കെ, അങ്ങനെ നമ്മളിത് അവിടുന്ന് നമ്മളെടുക്കുമ്പോൾ മോനെ ഏട്ടൻ എടുക്കും, ഏട്ടൻ്റെ അല്ലുൻ്റെ ഒക്കെ ഫോട്ടോ എടുക്കുമ്പോൾ ഞാൻ എടുക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു നമ്മുടെ ഫോട്ടോഷൂട്ട്. ഷാഡോ ലൈറ്റ് വെഡ്ഡിങ്സ് എന്നാണ് അവരുടെ പേജിൻ്റെ പേര് കേട്ടോ. നമ്മൾ ഫോട്ടോസൊക്കെ എടുത്ത് എല്ലാവർക്കും നല്ല അഭിപ്രായമായിരുന്നു ഫോട്ടോസിനെ കുറിച്ച്. എനിക്കാണെങ്കിൽ അവരുടെ കൂടെ വർക്ക് ചെയ്യാൻ വളരെ കംഫർട്ടബിൾ ആയിരുന്നു കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച് റഹീം. ബ്രോനെ ഞാൻ പരിചയപ്പെടുന്ന സുജിത്തേട്ടൻ വഴിയാണ്. നമ്മൾ മുമ്പ് ഒരു പിന്നെ എന്താണ് മുസ്ലിം ബ്രൈഡ് ലുക്ക് ചെയ്തില്ലേ, ആ ഫോട്ടോസൊക്കെ എടുത്തതും പുള്ളിക്കാരൻ തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മളിതാ അവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. തുമ്പി മോളങ്ങനെ അഭിനയിച്ച് തകർക്കുകയാണ്. കറങ്ങി നോക്ക്, മോൾ കറങ്ങി കറങ്ങി നല്ല കറങ്ങി തിരിഞ്ഞ് അങ്ങനെ പെട്ടെന്ന് തിരിയണം. ആ നാക്ക് നീട്ടത് ഇങ്ങനെ നോക്കി ഇങ്ങനെ നോക്കി. ആ ഓക്കെ, അത് കുഴപ്പമില്ല. തുമ്പി ഒന്ന് നോക്ക്, തുമ്പി അവിടെ ബാക്ക് തന്നെ. തുമ്പി ഇങ്ങോട്ട് നോക്ക്, തുമ്പി
ക്യാമറ ഒരു സൈഡ് ഇങ്ങനെ കുട്ടിയിട്ട് പിടിക്കുക മുന്നത്തെ കര അതല്ല നമ്മളൊരു ഫാമിലി ഫോട്ടോ എടുത്ത് കഴിയുമ്പോഴത്തേക്കും ഞാൻ എവിടെയെങ്കിലും തൊണ്ടയ്ക്ക് റെസ്റ്റ് കൊടുക്കേണ്ട അവസ്ഥയാണ്. പിന്നെ എൻ്റെ തൊണ്ടയ്ക്ക് ഇത് ശീലമായതുകൊണ്ട് കുഴപ്പമില്ല. അല്ലു അവിടെ നോക്ക്, തുമ്പി ഇവിടെ നോക്ക്. അല്ലു മുണ്ട് പൊക്കെന്ന് പറയുമ്പോഴത്തെ ചങ്ങായി മുണ്ട് മൊത്തത്തിൽ പൊക്കും. തുമ്പി ഉടുപ്പൊന്ന് കറക്കെന്ന് പറയുമ്പോഴത്തേക്കും തുമ്പി ഉടുത്ത് പൊക്കും. അങ്ങനെ ഇവരെ കൊണ്ട് ഞാൻ അങ്ങ് സൈഡായി മക്കളെ. അല്ലു തുമ്പി എന്ന് വിളിച്ചുകൊണ്ടിരിക്കണം. മറ്റേ തൊട്ടിലായതുകൊണ്ട് കുഴപ്പമില്ല. കാശിയും കൂടെ വന്നു കഴിഞ്ഞാൽ സബേഷ്. അങ്ങനെ ഇതാ എനിക്കില്ലല്ലോ അല്ലൂസിൻ്റെ ഇപ്രാവശ്യത്തെ പിക്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓൻ ഇങ്ങനെ പോസ് ചെയ്ത് തരാറേ ഇല്ല കേട്ടോ തീരെ. തുമ്പിയോട് ഞാൻ പറയണൊക്കെ അപ്പം പോസ് ചെയ്തിരുന്നു. പക്ഷെ അല്ലൂസ് ഫസ്റ്റ് ടൈമാണ് ഞാൻ പറയും പോലെ പോസ് ചെയ്തത്. ഓന് കിട്ടിയിട്ടുള്ള പിക്സ് ഓ മൈ ഗോഡ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓൻ്റെ ആറ്റിറ്റ്യൂഡ് പിക്സും ഒക്കെ കേട്ടോ. ഒരുപാട് നല്ല ഫോട്ടോസ് ഉണ്ടായിരുന്നു. ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ ആയിരുന്നു. കണ്ടില്ലേ ചങ്ങായി നിൽക്കണേ. കുറേ കഴിഞ്ഞപ്പോൾ ചെക്കന് നൈസായിട്ട് ചിരി വന്നിട്ടാ. അപ്പോൾ ചിരിയും ആറ്റിറ്റ്യൂഡും കൂടെ മിക്സ് ആയപ്പോൾ വേറൊരു പ്രത്യേക ഭാവം വന്നിട്ടുണ്ടായിരുന്നു. കിട്ടുവാണെങ്കിൽ ഞാനിവിടെ പോസ്റ്റ് ചെയ്യട്ടെ. അതാ കണ്ടില്ലേ അത്. അങ്ങനെ ഇവൻ്റെയും കുറച്ച് നല്ല പിക്സൊക്കെ ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ നമ്മൾ ഫാമിലി പിക്ക് എടുത്തിട്ടില്ല. കാരണം മഴ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മഴ ചോരുന്ന സമയത്ത് നമ്മളത് എടുക്കും. പിന്നെ അവൻ്റെ ഉള്ളിൽ കയറും. അങ്ങനെയായിരുന്നു. അല്ലൂട്ടനോട് ഒരു ഉമ്മ തരാൻ പറഞ്ഞപ്പോൾ തരുന്നതാണ് ഈ കാണുന്നത് കേട്ടോ. ഇതിങ്ങനെയാണ് ഇവൻ. ഒന്നിക്ക് കളരിക്ക് പുറത്ത് അല്ലേ ആശാന്റെ നെഞ്ചത്ത് എന്ന് പറഞ്ഞ ടൈപ്പാണ് അല്ലു. ഞാനാണെങ്കിലേ മക്കളെ കാര്യത്തിൽ കുറച്ച് ടെൻഷൻ പാർട്ടിയാണ് കേട്ടോ. അതായത് അവർക്ക് എന്തെങ്കിലും പറ്റുമോ അല്ലെ വീഴോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ ഇങ്ങനെ എനിക്ക് ഈ ഒരു കാര്യത്തിൽ ഭയങ്കര ടെൻഷനുള്ള ആളാണ്. വൈശാട്ടൻ എപ്പോഴും ചീത്ത പറയും നീ ഓവർ പാനിക്കാണ്, നീ ഓവർ എന്താ പറയുക അവരുടെ അടുത്ത് ഭയങ്കര അതായത് അവർ ഓടുമ്പോൾ ഞാൻ ശ്രദ്ധിക്കും വീഴുമെന്ന്. അങ്ങനെ എനിക്കത് അറിയില്ല, അതെല്ലാവരും അങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷെ ഞാൻ കുറച്ച് കൂടുതലാണ് അങ്ങനെ. അപ്പോൾ ഇവർ ഈ ഊഞ്ഞാലിൽ ഇരുത്തിയിട്ട് എനിക്ക് അപ്പുറത്തേക്ക് മാറാൻ പേടിയായിരുന്നു. ഇങ്ങനെ ഇവർ രണ്ടുപേരും ഇരുത്തിയിട്ട് ഫോട്ടോ എടുക്കണം എന്നൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. വീഴുമെന്ന് പേടിച്ചുകൊണ്ട് മാത്രം പിന്നിൽ നിൽക്കുന്ന ഞാനാണത്, അല്ലാതെ പോസ്റ്റ് ഇടാൻ വേണ്ടി പോയി നിന്നതല്ല. പക്ഷേ എനിക്ക് ഭയങ്കര പേടിയാണ് മക്കളുടെ കാര്യത്തിൽ. എനിക്ക് അവർക്ക് എന്തെങ്കിലും പറ്റിയാലൊക്കെ ഭയങ്കര നെഞ്ചത്തുനിന്നൊരു വേദനയൊക്കെ എന്താണെന്നറിയില്ല. ചിലപ്പോൾ എല്ലാ അമ്മമാരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കാം. പക്ഷേ ഞാൻ കുറച്ച് കൂടുതലാണെന്ന് എല്ലാവരും പറയുമ്പോൾ എനിക്കും തോന്നാറുണ്ട് ചില സമയത്ത് കാണുമെന്ന്. കാരണം എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ നോക്കുന്ന സമയത്ത് മക്കൾ അടിപൊളിയായിട്ട് ഓടി കളിക്കുന്നുണ്ടാവും. ഇവരെ മൈൻഡ് ആക്കുന്നുണ്ടാവില്ല. ഞാൻ ചോദിക്കും എടി കുട്ടിയല്ലേ ഓടി കളിക്കുന്നത്, ഓടി കളിച്ചോട്ടെ എന്നാ പറയല്. അങ്ങനെയുള്ളവരും ഉണ്ട് കേട്ടോ. പക്ഷേ ഞാൻ അങ്ങനെയല്ല ഗൈസ്. നിങ്ങളെങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യണേ. കാശിക്കുട്ടനാണെങ്കിലും ഒരലമ്പും ഇല്ലായിരുന്നു കേട്ടോ. പാവായിരുന്നു. ഈ ബീറ്റ ജെൻസിൽ പെടുന്ന കുട്ടികളുണ്ടാവില്ലേ, അവർ കുത്തനെ എടുത്താൽ മര്യാദയ്ക്ക് നിൽക്കുന്നവരല്ല. സത്യമാണ് കേട്ടോ. ഇവനുണ്ടല്ലോ അങ്ങനെ ചെറിയ മക്കളെ പിടിക്കുന്നവർ പിടിച്ചാൽ നോന് ഇഷ്ടമല്ല, കുത്തനെ എടുക്കണതേ ഇഷ്ടമുള്ളൂ. അപ്പോൾ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ കുറച്ചധികം നേരമൊക്കെ നിൽക്കും കേട്ടോ. അങ്ങനെ അതാ എടുത്ത പിക്സൊക്കെ ഞങ്ങൾ ജസ്റ്റ് നോക്കുകയാണ്. ഇത് കണ്ടതിന് ശേഷം അല്ലുട്ടൻ പിന്നെ മൂപ്പര് ഏത് പിക്ക് എടുത്താലും പോയി നോക്കട്ടെ, ഞാൻ ശരിയായ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഇതാ കണ്ടോ ഇങ്ങനത്തെ കുറച്ച് ക്ലിപ്സൊക്കെ ഞാൻ ഫോണിൽ കണ്ടത്. ഈ വീഡിയോസൊക്കെ എടുത്തുന്നത് റഹീം ബ്രോൻ്റെ കൂടെ വന്നൊരു ബ്രോ ആണ് കേട്ടോ. അപ്പോൾ ആൾ ഇങ്ങനത്തെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഇതായിരുന്നു എനിക്ക് ഏറ്റവും വലിയ ടാസ്ക്. ഞാൻ അവിടെ ഫോട്ടോ എടുക്കുകയാണെങ്കിലും എൻ്റെ കണ്ണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ടേക്ക് പോകുന്നുണ്ടായിരുന്നു. കാരണം തുമ്പിമോളും അല്ലു അവിടെ തന്നെ ഉണ്ട്. എനിക്ക് പേടിച്ചിട്ട് ഞാൻ ഇങ്ങനെ നോക്കിയായിരുന്നേ. ഈ വീഡിയോയിൽ കാശിക്കുട്ടനെ കണ്ടോ, കാശിക്കുട്ടൻ അവൻ്റെ ഏച്ചീനെയും ഏട്ടനെയും നോക്കാൻ കേട്ടോ. ഫോട്ടോയ്ക്കൊന്നും പോസ് ചെയ്യല്ല, മൂപ്പര് കാര്യമായിട്ട് വേറെ ഇടയ്ക്ക് നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ കാശിൻ്റെ ഫസ്റ്റ് തോണാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു പിക്സും കൂടി എടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്തതാണ് കേട്ടോ. അപ്പോൾ കാശിക്കുട്ടൻ കുറേ നേരമൊക്കെ ഇങ്ങനെ ഇരുന്ന് തന്നിരുന്നേ. പാവാണ് എൻ്റെ രണ്ട് ആൺകുട്ടികളും. പിന്നെ ഒരു ഇച്ചിരി കുറുമ്പുള്ളത് പിന്നെ എൻ്റെ തുമ്പി മോക്കാണ്. അപ്പോൾ അവരെല്ലാവരും എന്താ പറയാറിയോ, അത് പിന്നെ അമ്മേൻ്റെ അല്ലേ മോളെന്ന്. കാരണം വൈശാഖേട്ടൻ പാവവും ഞാൻ കുറുമ്പത്തിയാണെന്നാണ് പൊതുവിലെ ഒരു ധാരണ. പക്ഷെ അങ്ങനെയല്ല കേസ്, ഞാൻ ഭയങ്കര പാവാണ്. പിന്നെ നിങ്ങൾക്ക് എത്രത്തോളം അത് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. വർത്താനം പറയുന്നവരൊന്നും പാവല്ല എന്നാണോ നിങ്ങളുടെ വിചാരം അല്ലേ? ഈ സാധനത്തിൻ്റെ സ്വഭാവം ഈ കൂടെ കിടക്കുന്നവന് രാപ്പനി അറിയുമെന്നാണ് എൻ്റെ കുട്ടിയുടെ സ്വഭാവം. എനിക്കല്ലേ അറിയുള്ളൂ. പുറമേന്ന് കാണുന്നവർക്ക് ഭയങ്കര പാവം, പക്ഷെ പാവൊക്കെയാണ് കേട്ടോ. എന്നെ അപേക്ഷിച്ച് അധികം വർത്താനം പറയില്ല, എന്നെ അപേക്ഷിച്ച് ഷോർട്ട് ടെമ്പേർഡ് അല്ല. അങ്ങനെ കുറച്ച് നല്ല ഗുണങ്ങൾ എൻ്റെ ചേട്ടനുണ്ട്. ഞാൻ ഭയങ്കര ഷോർട്ട് ടെമ്പേർഡാണ്. പക്ഷെ ഞാനത് മനസ്സിൽ വെച്ചിട്ടില്ല കേട്ടോ. അപ്പം തന്നെ പോവും. വൈശാട്ടൻ മനസ്സിൽ വെച്ചിട്ടില്ല. വൈശാട്ടൻ ആരണേൻ്റെ സ്വഭാവമാണ്. ആരണയാണോ ഓന്താണോ മറവിയാർക്ക അതിൻ്റെ സ്വഭാവം. വൈശാട്ടിന് ഓർമ്മ ഉണ്ടാവില്ല എന്തിനാ നമ്മൾ അടി, എനിക്കും ഉണ്ടാവില്ല കേട്ടോ. ഞങ്ങൾ എന്തിനാ അടി കൂടിയത് അല്ലെങ്കിൽ ഞങ്ങൾ എന്താണ്. പക്ഷേ എനിക്ക് ചില കാര്യങ്ങൾ ഭയങ്കര ബുദ്ധിയാണ്. എന്താ പറയുക, പണ്ട് ഏട്ടനോട് ഡയലോഗ് അടിച്ചൊക്കെ ഞാൻ ഇങ്ങനെ കുറിച്ച് വെക്കും. എന്തെങ്കിലും വരുന്ന സമയത്ത് അന്ന് ഏട്ടനോട് അങ്ങനെ പറഞ്ഞില്ലേ പണ്ട് 1990 എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തുടങ്ങും ഞാൻ. ആ കാര്യത്തേക്ക് ഭയങ്കര ബുദ്ധിയാണ്. അതെല്ലാ ഭാര്യമാർക്കും അങ്ങനെ തന്നെയല്ലേ അല്ലേ പറ. ഇവിടെ നിന്ന് അത്യാവശ്യം ഞങ്ങൾ അറിഞ്ചാ മുറിച്ച ഫോട്ടോ എടുക്കാന്ന് പറയില്ലേ, ദതിക്കൂട്ട് അത്യാവശ്യം നല്ലോണം പിക്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഓടാൻ പറഞ്ഞത് എൻ്റെ ചങ്ങായി ലാസ്റ്റിലൊരു ചാട്ടം ചാടിയുണ്ട്. പക്ഷേ ഈ പിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതൊക്കെ മൂപ്പർ ഐഡിയ തന്നെയാണ്, റഹീം ബ്രോൻ്റെ ഐഡിയ തന്നെയാണ്. ഇത് എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കണ്ടേ അങ്ങനെ ചെയ്യുക അങ്ങനെ വേണ്ടത്. മൂപ്പരേൻ്റെ കുറേ ഐഡിയാസ് ഒക്കെ പറഞ്ഞിരുന്നു. പിന്നെ മഴ പെയ്യുന്ന കണ്ടിട്ടപ്പോൾ കുട്ടിക്ക് തലയിൽ കൈവച്ച് വരുന്നതാണ് നിങ്ങൾ കണ്ടത്. കാരണം മഴ കൊള്ളരുത്, ആ കുഞ്ഞിക്കൈ വെച്ചാൽ പിന്നെ തലയിലൊന്നും കൊള്ളൂലല്ലോ. പിന്നെ എന്താ നമ്മൾ കാശിക്കുട്ടൻ അവിടെ കിടത്തിയിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. എൻ്റെ ആദ്യത്തെ കൺമണി കണ്ടില്ലേ. എനിക്ക് അല്ലുട്ടനെ ചെറുപ്പത്തിലെ ഫോട്ടോ കാണുമ്പോൾ എപ്പോഴും സങ്കടമാണ് ഗൈസ്. എന്താണെന്നല്ല എൻ്റെ കുട്ടി പെട്ടെന്ന് വലുതായോ എന്നൊരു സങ്കടമാണ് കേട്ടോ. നമ്മൾ അമ്മമാർക്കൊക്കെ ഉണ്ടാവില്ലേ അങ്ങനെ, ഓർക്ക് എപ്പോഴും ഇപ്പോഴും കുഞ്ഞുവാവകളാന്ന് പറയുന്നത് സത്യമാണ്. അങ്ങനെ കണ്ടില്ലേ നമ്മൾ അവിടെ നിന്ന് അത്യാവശ്യം കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞങ്ങളുടെ ഔട്ട്ഫിറ്റ് ആണെങ്കിലും ലാസ്റ്റ് നിമിഷം തലേന്ന്
നിന്നാണ് പോയിട്ട് കാശിക്കുട്ടന് ആ ഡ്രസ്സ് എടുത്തത്. ആരൊക്കെയോ പറയണത് കാശിക്കും കൂടെ നീല ഷർട്ട് എടുക്കായിരുന്നു, നന്നായിരുന്നു. നീ തന്നെ കിട്ടിയത് എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. കാശിക്കും തുമ്പിക്കും തലേന്ന് എടുത്തു. 28ൻ്റെ അതായത് മോൻ്റെ നൂലുകെട്ടുന്ന സമയത്ത് ഞങ്ങൾക്ക് ഡ്രസ്സ് കിട്ടാൻ വൈകിയപ്പോൾ ഒരു സെക്കൻഡ് ഓപ്ഷന് വേണ്ടിയിട്ട് നമ്മൾ ഡ്രസ്സ് എടുത്തു പോലില്ല. അതാണ് വൈശാഖിൻ്റെ അല്ലുവിൻ്റെ ഒരേപോലത്തെ ഷർട്ട്. പിന്നെ എനിക്ക് പ്രൊമോഷൻ വന്ന ഒരു സാരീൻ്റെ ബ്ലൗസാണ് അത്. പിന്നെ ആ സെറ്റ് കൊണ്ട് ഞാനൊരു ഗിവ് അവേ കൊടുക്കണം എന്ന് വെച്ച് വാങ്ങി വെച്ചായിരുന്നു. പക്ഷേ എൻ്റെ തിരക്കാരന് ഗിവ് അവേ കൊടുക്കാൻ പറ്റിയില്ല. പക്ഷേ ഞാൻ എന്തായാലും കൊടുക്കും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുത്തു വെച്ചത് കൊണ്ട് ഈ കളർ തന്നെ ആയതുകൊണ്ട് അതും ഒരു ലെക്കിന് അങ്ങനെ ഈ സാധനങ്ങളെല്ലാം ഒത്തു വന്നത് എങ്ങനെയൊക്കെയോ ഒത്തു കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ലാസ്റ്റ് നിമിഷത്തിൽ തട്ടിക്കൂട്ടിയൊരു ഷൂട്ടാണിത്. പക്ഷേ ഇതിൻ്റെ റിസൾട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ചിലപ്പം കുറേ മാസങ്ങൾക്ക് മുന്നേ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചതാണെങ്കിൽ പോലും ഇത്രത്തോളം ഭംഗിയായിന്ന് വരില്ല. അങ്ങനെ അപ്പോൾ കാശിക്കുട്ടും കൂടെ നീല ഷർട്ട് തന്നെ സൂപ്പർ ആയിരുന്നു. പക്ഷേ കിട്ടിയില്ല ഗൈസ്. തലേന്ന് രാത്രി പോയിട്ട് ഒപ്പിച്ചത് കൊണ്ടാണ് ഇതെങ്കിലും കിട്ടിയത്. എന്നാലും ഒരു വെള്ളേൻ്റെ മുകളിൽ നീല പൂക്കളാണ്, നിങ്ങൾ ശ്രദ്ധിക്കണം. എന്നോട് കുറേ ആൾക്കാർ പറഞ്ഞു കാശിക്ക് നീല വേണമായിരുന്നു എന്ന്. നിങ്ങളെന്താ വെള്ള ഷർട്ടിലെ നീല പൂക്കൾ ശ്രദ്ധിക്കാത്തത്? ജമേ വളകാപ്പിൻ്റെ സമയത്ത് എനിക്ക് മിസ്സായി പോയൊരു ഫ്രെയിമാണിത്. എന്താ അറിയോ, അല്ലുവിനെയും വൈശാഖട്ടിനെയും ഒരുമിച്ച് ഇങ്ങനെ ഒരു ഫോട്ടോ എടുക്കണം ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ വളകാപ്പിൻ്റെ സമയത്തേക്ക് അത് പറ്റിയില്ല. അതെനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാനിതാ ഇപ്രാവശ്യം ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അവർ രണ്ടുപേരും കൂടെ ആ ഒരു കോംബോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ എനിക്ക് കാശി വലുതായിട്ട് ഇവർ 3 പേരെയും കൂടെ വെച്ചെടുക്കണം. ഞാനും തുമ്പി പിന്നെ വേറെ എടുക്കുന്നുണ്ടല്ലോ. എന്തായാലും ഇത്തവണത്തെ ഓണം ഷൂട്ട് തകർത്ത്. ഞാൻ തന്നെ പറയട്ടെ, നിങ്ങളും പറയണം കേട്ടോ താഴെ കമൻറ്റ് ബോക്സിൽ. പിന്നെ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആൻഡ് അവർ ചെയ്ത സെറ്റപ്പും എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സോ എല്ലാവരും ഓണമൊക്കെ അടിച്ച് പൊളിച്ചെന്ന് വിചാരിക്കുന്നത്. ഞാനും കുഴപ്പമില്ല അടിച്ച് പൊളിച്ചിട്ടുണ്ട്. പിന്നെ ഞാനിപ്പോൾ വോയിസ് ഓവർ ചെയ്യുന്നപ്പോൾ ഞാൻ വയനാട്ടിലാണ്. വയനാട്ടിൽ എവിടെയാണെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. വയനാട്ടിൽ മാനന്തവാടിയിലാണ് കേട്ടോ. അമ്മമ്മയുടെ വീട് മാനന്തവാടി പിലാക്കാവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ഞങ്ങൾ അവിടെയാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പം ഞങ്ങൾ ഓണത്തിൻ്റെ ബാക്കി ഇവിടെ നിന്ന് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ വേറെ വ്ളോഗിൽ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്താണ് പറയേണ്ടത്, അപ്പോൾ എല്ലാവരും അടിച്ചു പൊളിക്കുക. എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പോൾ നമ്മളെ പിക്സ് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളെ കമൻറ്റ് വായിക്കാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. എല്ലാവർക്കും ഒന്നും റിപ്ലൈ തരാൻ പറ്റാറില്ല. നിങ്ങൾക്ക് അറിയാമല്ലോ ഇപ്പോൾ അവസ്ഥ. 2 കൈ പോരാ, അല്ലെങ്കിൽ 24 മണിക്കൂർ പോരാ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ് ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് പലർക്കും റിപ്ലൈ തരാൻ പറ്റാത്തത്. എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ റിപ്ലൈ തരാൻ ശ്രമിക്കാറുണ്ട്. ഇനി ആർക്കും കിട്ടിയില്ലെങ്കിൽ ആരും എന്നോടൊരു വിഷമം തോന്നരുത്. എൻ്റെ അവസ്ഥ ഇതായതുകൊണ്ടാണ്. എന്തായാലും ഞാൻ റിപ്ലൈ തരും. ഞാൻ കാണുമ്പോൾ റിപ്ലൈ തരാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യും. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. കാരണം ഒരു ഓണം ഗിവ് അവേ തരണമെന്ന് ഞാൻ വിചാരിച്ചിട്ട് നടക്കാതെ പോയൊരു കാര്യമാണ്. പക്ഷേ ഞാൻ എന്തായാലും ചെയ്തിരിക്കും. ഒരു ഗിവ് അവേ എന്തായാലും ചെയ്യുന്നുണ്ട്. ഓണത്തിനോടനുബന്ധിച്ചെന്ന് പറഞ്ഞിട്ട് ഇനി കാര്യമില്ലല്ലോ. അപ്പോൾ ഇനി അടുത്തത് നെക്സ്റ്റ് എന്താ നോക്കട്ടെ. അതിലേക്ക് എന്തായാലും ഇപ്പം അടുത്ത് തന്നെ ഒരു ഗിവ് അവേ വെക്കാം കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ടുള്ളൂ. നമ്മളെ ഫാമിലീനെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നമുക്ക് ഇന്നലെ ഹാപ്പി ഓണം അയച്ചു ഒരുപാട് പേര് മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും തിരിച്ചു ഞങ്ങളുടെ കുടുംബത്തിൻ്റെ വക ഒരു ഹാപ്പി ഓണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. ബൈ.